ഫുജേറിൽ തിരിച്ചു പോയോ ഇല്ലയോ വെച്ചാൽ നമ്മൾ ഇവിടെ തരണ്ട് പോയില്ല, നമ്മൾ റൂം എടുത്ത് താമസിച്ച്. പിന്നെ തൽക്കാലം തുറന്നിട്ടൊരു കടയിൽ കയറി വീട്ടിലുള്ള ഡ്രസ്സ് മാത്രം അവിടെ നിന്ന് കിട്ടി. പിന്നെ ബാക്കി നടന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. What the hell are you doing here? എല്ലാരും ചെയ്യണല്ലേ സായിപ്പേ. Bloody fools! Time to sleep. You sleep or I wash? I not wash? എന്റെ തുണിയൊക്കെ താൻ വാഷോ? അതാണ് താൻ വാഷോ? ഇല്ല, ഞങ്ങൾ തന്നെ വാശി. ഞങ്ങൾ രാത്രി 2 മണിക്ക് രണ്ടുപേരുടെ മാറിയും തിരിഞ്ഞു ഇരുന്ന് വാശി ലാസ്റ്റൊക്കെ ഉണക്കണമല്ലോ. പിന്നെ രാത്രി തന്നെ കഴുകിയിട്ടാണ് രാവിലെ ഒരുവിധം ഉണങ്ങി കിട്ടി. പക്ഷെ ഫുള്ള് ഉണങ്ങിയിട്ടില്ല. രാത്രി പിന്നെ ഞാനും ഉറങ്ങിയിട്ടില്ല, റിസപ്ഷൻ ഉള്ളവരും ഉറങ്ങിയില്ല. കാരണം എനിക്ക് തുണി കഴുകി കഴിയുമ്പോൾ ഞാൻ അവരെ വിളിക്കും, എനിക്ക് ഇത് വേണം അത് വേണം അവർ വിളിക്കും. ഞാൻ അവർ കൊണ്ടുവരും. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, നീ പോയി ഉറങ്ങുക, അവരെങ്കിലും ഉറങ്ങിക്കോട്ടെ, നമ്മൾ ഇത്രയും കഴുകിയാക്കില്ലേ, ബാക്കി നമുക്ക് രാവിലെ ഉണക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ച വരെ സമയം കിട്ടുകയാണ്. ഞാനൊക്കെ ഫുൾ ഉണക്കി എടുത്ത് സെറ്റാക്കി എടുത്തിട്ട്. അല്ല പിന്നെ എന്നോടാണ് കളി. ഇതൊക്കെ സിമ്പിളല്ലേ, നമുക്കൊക്കെ ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. തുണിയില്ലെങ്കിൽ നമ്മൾ കഴുകിയെടുക്കും. പറഞ്ഞ പോലെ നമ്മൾ സ്റ്റേ ചെയ്തത് വി ഹോട്ടലിലാണ്. നമ്മൾ എപ്പോൾ വന്നാലും ഇവിടുത്തെ തന്നെയാണ് സ്റ്റേ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. വേറെ എവിടെ പോകാൻ, പാരീസ് തന്നെ പോയി. അവിടെ പോയി നല്ല അടിപൊളി ഊണും പിന്നെ ഇക്ക ബിരിയാണി എന്തോ പറഞ്ഞ് കഴിച്ച് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി വെയിൽ. ഉച്ച സമയമാണ്, വെയിൽ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി ഡിസ്കൗണ്ട് സെന്ററിലേക്കാണ്. താത്താക്ക് പിള്ളേർക്ക് എന്തൊക്കെ അവിടെ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ എവിടെ പോയാലും കുറച്ച് മാലയും കമ്മലും വാങ്ങാൻ നോക്കി ഇരിക്കുക. അപ്പം നോക്കിയപ്പോൾ ഒരാൾ തേയിലയെ പറ്റി എന്തോ കാര്യം പഠിക്കുന്നുണ്ട്, റിസർച്ച് വരുന്നതാണെന്ന് തോന്നുന്നു. ഇന്ന് നോക്കിയപ്പോൾ കുറേ അടിപൊളി പാവകൾ. അപ്പം നമുക്ക് ഞാൻ വാങ്ങണോ വേണ്ട, വീട്ടിൽ കിടന്ന് കൂട്ടിരിക്കാനാണോ, അത് അവിടെ പതുക്കെ അങ്ങ് വെച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞാൽ പൊക്കിക്കൊണ്ടുവന്നു, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ നമുക്കിത് കാണുമ്പോൾ വാങ്ങണം, പക്ഷെ വാങ്ങരുത്, വെറുതെ വീട്ടിൽ കൂടെ വെക്കണം, ഒന്നും വാങ്ങിച്ച കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ട്രിപ്പിൽ നിന്നപ്പോൾ പഠിച്ച് നമുക്കിപ്പോൾ എവിടെയും പോവുകയാണെങ്കിൽ, ലോങ് പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും. കാരണം പിള്ളേർക്കെങ്കിലും ഡ്രസ്സ് കൂടെ എടുക്കാൻ താത്ത നമ്മൾ പറഞ്ഞ് മുടക്കി എടുക്കേണ്ടാത്ത നമ്മൾ തിരിച്ചു പോകല്ലോ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇനി ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക, എല്ലാം പ്ലാൻ ചെയ്തിട്ട് പോകാവൂ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.